ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ചെറിയ ഒരു ഗാർഡൻ ടൂറാണ്. നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും വളരെ ലിമിറ്റഡ് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തെടുത്ത ഒരു ഗാർഡൻ. ഇത് വളരെ ബിഗിനർ ഗാർഡൻ ടൂറാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഞങ്ങളൊരു അയൺ സ്റ്റാൻഡ്, ഒന്നല്ല നമ്മുടെ ആ ഒരു സ്പേസിൽ വെക്കാൻ പറ്റാവുന്ന ഒരു 3-4 അയൺ സ്റ്റാൻഡുകൾ അടിച്ചിട്ട് ഇങ്ങനെ 2 തട്ടായിട്ട് അടിച്ചിട്ട് അതിലാണ് ഞങ്ങൾ ചെടിച്ചട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് അത്രയും സ്പേസ് സേവ് ചെയ്യാമല്ലോ. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടികളും ചെടിച്ചട്ടികളും എല്ലാം നമ്മൾ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ നഴ്സറീനെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ അയച്ചു തരും. ഞങ്ങളും പുറത്തായതുകൊണ്ട് നമ്മൾക്ക് പോയി മേടിക്കാനും നോക്കിയെടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾക്ക് ഈ നഴ്സറിക്കാരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ നമുക്ക് നല്ല ചെടികളൊക്കെ അയച്ചു തന്നിരുന്നു, നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു. ക്രീപ്പർ പ്ലാന്റ്സിനൊക്കെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ മതിലുമ്പോൾ തന്നെ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് അതുപോലെ തന്നെ അത് പടരാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോലത്തെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ഒരു പന്തൽ പോലെ ക്രീപ്പർ പ്ലാന്റ്സിനെയൊക്കെ വളർത്താലോ. അതുപോലെ തന്നെ ഈ ചെടികൾക്കൊക്കെ ആവശ്യമായ വളങ്ങള്, അതുപോലെ തന്നെ ഗാർഡനിങ് ചെയ്യാനുള്ള അത്യാവശ്യം വേണ്ട ടൂൾസ് എല്ലാം നമ്മൾ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. പിന്നെ നമ്മൾ എല്ലാം പർച്ചേസ് ഒക്കെ ചെയ്ത് നമ്മൾ പുറത്താണെങ്കിലും എല്ലാ സാധനങ്ങളും സ്വരുക്കൂട്ടി. പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ അമ്മയാണുള്ളത്. അമ്മ അങ്ങനെ ചെടിയൊക്കെ വരുന്നതിനനുസരിച്ച് അത് ചട്ടികളിലേക്ക് ഇങ്ങനെ മാറ്റി നട്ടു. അങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ ഒരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെറിയ പൂവും കായും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം സന്തോഷമാണ് അല്ലേ. അത് കാണുമ്പോഴും അതിൻ്റെ അടുത്ത് പോകുമ്പോഴും അതിന് വെള്ളം കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ ടെൻഷനും പ്രഷറൊക്കെ ഒന്ന് റിലീഫ് ആവും. പിന്നെ നമുക്കൊരു സമയം പോലും കൂടിയാണല്ലോ. അപ്പം നിങ്ങളെ വീട്ടിലും സ്ഥലമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നമുക്കും തീരെ സ്ഥലം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിലാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആവശ്യം നിങ്ങൾക്കൊരു ഗാർഡൻ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു ഐഡിയാസ് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ സ്റ്റാൻഡൊക്കെ അടിക്കുക, ഇങ്ങനെ ഗ്രില്ലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം ലാഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ചെടികളും വെക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഒറ്റ ക്ലിക്കിലെല്ലാം അവൈലബിൾ ആണ്. നമ്മളൊരു ടൈം എടുത്ത് പോയി ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ചെടി കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇന്ന സാധനം മേടിച്ച് കഷ്ടപ്പെടേണ്ട. നമുക്ക് എല്ലാം ഒറ്റ ക്ലിക്കിൽ തന്നെ വീട്ടിൽ എത്തും. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ ചട്ടി, വളം, പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് വരുത്താവുന്നതാണ്. പിന്നെ നഴ്സറിയിൽ നിന്ന് വരുന്ന ചെടികളൊക്കെ ആ സമയത്തെ നല്ല രീതിയിൽ പൂക്കുള്ളൂ. ആ പൂ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തരുമ്പോ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിനുള്ള ഒരു എഫേർട്ട് ഇടണം. നമ്മളത് നോക്കി നനച്ച് വളമൊക്കെ ഇട്ട് വൃത്തിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതും അതിനുള്ള റിസൾട്ട് നമുക്ക് തരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഗാർഡൻ വിശേഷങ്ങള്. ഇനി ഇതെല്ലാം വളർന്ന് ഇതിന്റെ ഒരു നല്ലൊരു സ്റ്റേജിലെത്തുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗാർഡൻ ടൂറിന്റെ ഒരു ഫ്ലറിഷ്ഡ് സ്റ്റേജ് കാണിച്ചു തരാനായിട്ട്. ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ വളർന്ന് നല്ലോണം ഫ്ലവറൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.